ഹലോ നമസ്കാരം. ഡേറ്റാബേസ് ടെക്നോളജീസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മിനു ജെൻറ്റി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിലേഷണൽ കാൽക്കുലസിലേക്ക് കടന്നു. നമ്മൾ ട്യൂപ്പിൾ റിലേഷണൽ കാൽക്കുലസ് എന്താണ് എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ട്യൂപ്പിൾ റിലേഷണൽ കാൽക്കുലസിൽ എങ്ങനെ ക്വറി എഴുതാം, അതിനകത്ത് ഈ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ വരെ നമ്മൾ പഠിച്ചു. ഫ്രീ വേരിയബിൾ എന്താണ്, ട്യൂപ്പിൾ വേരിയബിളിൻ്റെ ഫോമിലാണ് നമ്മൾ ട്യൂപ്പിൾ റിലേഷണൽ കാൽക്കുലസിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ട്യൂപ്പിൾ വേരിയബിളിലേക്കായിരിക്കും നമ്മൾ ഈ റിട്രീവൽ നടത്തുന്നത്. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ആട്രിബ്യൂട്ട്സിനെ മാത്രമായിട്ട് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി അതിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള മറ്റൊരു കാര്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് ക്വറി ഗ്രാഫ്സ്. ക്വറി ഗ്രാഫ്സ് നമ്മൾ റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻസിൽ ക്വറി ട്രീ പഠിച്ചിരുന്നു. അതിന് ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ക്വറി ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ക്വറി ഗ്രാഫ് എന്ന് നോക്കാം. ക്വറി ഗ്രാഫ് ആക്ച്വലി ഒരു ഗ്രാഫിക്കൽ നൊട്ടേഷനാണ്, അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. നമ്മുടെ റിലേഷണൽ കാൽക്കുലസ് ക്വറീസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്രാഫിക്കൽ നൊട്ടേഷൻ. പക്ഷേ ഇതിനകത്ത് ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ക്വാണ്ടിഫിക്കേഷൻസ്, കോംപ്ലക്സ് ആയിട്ടുള്ള ക്വറീസ് ഒന്നും നടക്കുന്നില്ല. ഏതൊക്കെ ക്വറീസ് ആണ് നടക്കുന്നത്? സെലക്ട് പ്രൊജക്റ്റ് ജോയിൻ ക്വറീസ് ആണ് മെയിനായിട്ട് നടക്കുന്നത്. അത് മാത്രമാണ് ആ മെയിൻ 3 റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻസിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ. അതും ഗ്രാഫിക്കൽ ഫോമിലുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് ക്വറി ഗ്രാഫ് വഴി നമുക്ക് കിട്ടുന്നത്. ഇനി ഈ ക്വറി ഗ്രാഫ് റെപ്രസെൻറ്റേഷൻ ഒരു ഓർഡർ സ്പെസിഫൈ ചെയ്യുന്നില്ല. ഏത് ഓപ്പറേഷൻ ആദ്യം ചെയ്യണം, ഏത് ഓപ്പറേഷൻ അതിന് ശേഷം ചെയ്യണം എന്നുള്ളൊരു പർട്ടിക്കുലർ ഓർഡർ സ്പെസിഫൈ ചെയ്യുന്നില്ല. പക്ഷേ ക്വറി ട്രീ അങ്ങനെയല്ലായിരുന്നു. അവിടെ കറക്റ്റായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായിരുന്നു. കാരണം ഒരു ട്രീ ഡാറ്റ സ്ട്രക്ചറിൻ്റെ രീതി നമുക്കറിയാമല്ലോ. ലീഫ് നോഡായിട്ട് നമ്മൾ റിലേഷൻസിനെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. ഇൻറ്റേർണൽ നോഡ്സ് ആയിരുന്നു നമ്മൾ ചെയ്യേണ്ട ക്വറീസ് ഓപ്പറേഷൻസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഓർഡർ അവിടെ സ്പെസിഫൈഡ് ആയിരുന്നു. പക്ഷേ ക്വറി ഗ്രാഫിൽ അങ്ങനെയല്ല. പിന്നെ ഒരു ക്വറിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരൊറ്റ ക്വറി ഗ്രാഫ് മാത്രമേ കാണുകയുള്ളൂ. ഇതാണ് ക്വറി ഗ്രാഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത് ഒരു ക്വറി ഗ്രാഫാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം PDE ഇങ്ങനെ 3 സർക്കിൾ ഷേപ്സ് കാണാം. സ്റ്റാഫോർഡ് എന്നത് ഡബിൾ സർക്കിളിൽ കൊടുത്തിരിക്കുന്നത് കാണാം. ചില കണ്ടീഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ബ്രാക്കറ്റിൽ ആട്രിബ്യൂട്ടിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതെന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇതൊരു ക്വറി ഗ്രാഫാണ്. എന്താണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ റിലേഷൻ നോഡ്സ് ശരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത് റിലേഷൻസിനെയാണ്. ദേ ആർ ഡിസ്പ്ലേഡ് ആസ് സിംഗിൾ സർക്കിൾസ്. അപ്പോൾ നമുക്ക് കാണാമല്ലോ, PDE എന്ന സിമ്പിൾസ് റിലേഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. P എന്ന് പറയുന്നത് പ്രൊജക്റ്റിൻ്റെ റിലേഷൻ, D ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിലേഷൻ, E എംപ്ലോയി റിലേഷൻ. അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നൊട്ടേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിംഗിൾ സർക്കിളിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും റിലേഷൻസ്. അങ്ങനെയുള്ള നോഡിനെ റിലേഷൻ നോഡ് എന്നാണ് വിളിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് കോൺസ്റ്റൻറ്റ് നോഡുണ്ട്. കോൺസ്റ്റൻറ്റ് വാല്യൂസ് വരുന്ന നോഡ്സിനെ നമ്മൾ കോൺസ്റ്റൻറ്റ് നോഡ് എന്ന് പറയും. അത് ഡബിൾ സർക്കിൾ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലായിരിക്കും കൊടുത്തിരിക്കുക. ഇപ്പോൾ ഇവിടെ സ്റ്റാഫോർഡ് എന്നൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിനെ ഇതുപോലൊരു ഡബിൾ സർക്കിൾ ഓവൽ ഷേപ്പിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. മൂന്നാമതായിട്ട് ഈ ഗ്രാഫിൻ്റെ ഓരോ എഡ്ജുകളും അത് നമ്മൾ ചെയ്യുന്ന സെലക്ട് അല്ലെങ്കിൽ ജോയിൻ ഓപ്പറേഷൻസിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ നോഡും കൊടുത്തിരിക്കുന്നത്. ഒരു കണ്ടീഷനെ വെച്ചിട്ടായിരിക്കുമല്ലോ ഈ സെലക്ട് ചെയ്യുന്നതും ജോയിൻ ചെയ്യുന്നതും ഒക്കെ. ആ കണ്ടീഷനായിരിക്കും ഈ എഡ്ജിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാഫോർഡും Pയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു എഡ്ജിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താണ്? P.P ലൊക്കേഷൻ ഈക്വൽ ടു സ്റ്റാഫോർഡ്. അങ്ങനെ വരുന്ന ട്യൂപ്പിൾസിനെ റിട്രീവ് ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ Pയും Dയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു എഡ്ജിൽ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ P.Dnum ഈക്വൽ ടു D.D നമ്പർ. അപ്പോൾ അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഈക്വൽ ആയി വരുന്നവരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ Dയും Eയും തമ്മിലുള്ള കണക്ട് ചെയ്തിരിക്കുന്ന ഗ്രാഫ് എഡ്ജിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ D.mgrssn ഈക്വൽ ടു E.ssn. ഡിപ്പാർട്ട്മെൻറ്റിലും ടേബിളിലെ മാനേജർ SSN, എംപ്ലോയി ടേബിളിലെ SSNുമായിട്ട് മാച്ച് ആവുന്ന ട്യൂപ്പിൾസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നാലാമതായിട്ട് നമുക്ക് ഇങ്ങനെ റിട്രീവ് ചെയ്ത് കിട്ടുന്ന ട്യൂപ്പിൾസിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കേണ്ട ആട്രിബ്യൂട്ട്സ്.
അങ്ങനെ ചില ആട്രിബ്യൂട്ട്സ് മാത്രം എടുത്താൽ മതിയല്ലോ. ആ ആട്രിബ്യൂട്ട്സിനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിലായിരിക്കും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുമ്പോൾ ആട്രിബ്യൂട്ട്സിനെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഏത് റിലേഷൻ്റെ ആട്രിബ്യൂട്ടാണോ ആ റിലേഷൻ്റെ മുകളിലായിട്ടായിരിക്കും സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ ആട്രിബ്യൂട്ട്സ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം പ്രൊജക്റ്റ് റിലേഷനിൽ നിന്നാണ് പി നമ്പറും ഡി നമ്പറും സെലക്ട് എടുക്കേണ്ടത്. അതുകൊണ്ട് പിയുടെ മേളിലായിട്ടാണ് പി ഡോട്ട് പി നമ്പർ, പി ഡോട്ട് ഡി നം എന്നുള്ള ആട്രിബ്യൂട്ട്സിനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലാസ്റ്റ് നെയിം, അഡ്രസ്സ്, ബർത്ത് ഡേറ്റ് എന്നുള്ള 3 ആട്രിബ്യൂട്ട്സ് എംപ്ലോയി ടേബിളിൽ നിന്നാണ് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ എന്ന റിലേഷൻ്റെ ആ ഒരു നൊട്ടേഷന് മേളിലായിട്ടായിരിക്കും ഈ ആട്രിബ്യൂട്ട്സ് സ്ക്വയർ ബ്രാക്കറ്റിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഗ്രാഫാണ്, ക്വറി ഗ്രാഫാണ്. ഇനി അടുത്ത ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫയറും എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറും പഠിച്ചു, ഫോർ ഓളും ദെയർ എക്സിസ്റ്റും. അവരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിനെ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ആയിട്ടും എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിനെ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആയിട്ടും നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. ആൻഡ് ഇറ്റ് വിൽ ഗിവ് us ആൻ ഇക്വലൻ്റ് എക്സ്പ്രഷൻ. രണ്ടും ഈക്വൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കും. പക്ഷെ അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ അവിടെ കുറച്ച് റൂൾസ് അപ്ലൈ ചെയ്യണം. വെറുതെ ട്രാൻസ്ഫോം ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇൻഫോർമലി അങ്ങനെയുള്ളൊരു ട്രാൻസ്ഫോർമേഷനെ എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു റൂളാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഒരു ക്വാണ്ടിഫയറിനെ അടുത്ത ക്വാണ്ടിഫയർ ആക്കുമ്പോൾ നെഗേഷൻ ഉൾപ്പെടുത്തി കൺവേർട്ട് ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്യുക. പിന്നെ ആൻഡും ഓറും ഉണ്ടെങ്കിൽ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്ലേസ് ചെയ്യുക. അതായത് ഒറിജിനൽ ഫോർമുലയിൽ ആൻഡ് ആണുള്ളതെങ്കിൽ ട്രാൻസ്ഫോംഡ് ഫോർമുലയിൽ ഓർ ആക്കുക. ഒറിജിനൽ ഫോർമുലയിൽ ഓർ ആണുള്ളതെങ്കിൽ ട്രാൻസ്ഫോംഡ് ഫോർമുലയിൽ ആൻഡ് ആക്കുക. പിന്നെ മൂന്നാമതായിട്ട് ഒരു നെഗേഷൻ ഉള്ള ഒരു ഫോർമുലയാണെങ്കിൽ അതിനെ അൺനെഗേറ്റഡ് ആക്കുക. അൺനെഗേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണെങ്കിൽ നെഗേറ്റഡ് ആക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ദെയർ എക്സിസ്റ്റ് എന്നുള്ളൊരു ക്വാണ്ടിഫയർ ആണുള്ളതെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഫോർ ഓൾ ആവണം. ഫോർ ഓൾ ആണുള്ളതെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ദെയർ എക്സിസ്റ്റ് ആവണം വിത്ത് നെഗേഷൻ. അത് ഉണ്ട്. പിന്നെ ആൻഡ് ആണുള്ളതെങ്കിൽ അതിനെ ഓർ ആക്കുക, ഓർ ആണുള്ളതെങ്കിൽ അതിനെ ആൻഡ് ആക്കുക. നെഗേറ്റഡ് ഫോർമുല ആണെങ്കിൽ അൺനെഗേറ്റഡ് ആക്കുക, അൺനെഗേറ്റഡ് ഫോർമുല ആണെങ്കിൽ നെഗേറ്റഡ് ആക്കുക. അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു എക്സാമ്പിൾ കാണാം. ഈ ഓരോരോ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒറിജിനലും ട്രാൻസ്ഫോംഡ് ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈക്വലൻ്റ് സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ഈക്വലൻ്റ് ആണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം? ഫോർ ഓളിനെ നമ്മൾ ദെയർ എക്സിസ്റ്റ് ആക്കും വിത്ത് നോട്ട്, നെഗേഷനും കൂടെ അപ്ലൈ ചെയ്തുകൊണ്ട്. അപ്പം നോട്ട് ദെയർ എക്സിസ്റ്റ് എക്സ് സച്ച് ദാറ്റ് നോട്ട് പി ഓഫ് എക്സ്. അപ്പം പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കൊടുത്തിരുന്ന ആ ഒരു പോർഷന് നെഗേഷൻ ഇല്ലായിരുന്നു. അൺനെഗേറ്റഡിനെ നെഗേറ്റഡ് ആക്കുക, ആ ഒരു റൂളും കൂടെ നമ്മൾ അപ്ലൈ ചെയ്തു. അവിടെ വീണ്ടും നോട്ട് ഓഫ് പി ഓഫ് എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. മറ്റൊരു എക്സാമ്പിൾ, ദെയർ എക്സിസ്റ്റ് എക്സ് സച്ച് ദാറ്റ് പി ഓഫ് എക്സ്. അതിനെ നമുക്ക് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം ഇൻറ്റു യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിൻ്റെ ഒരു ഫോർമുലയായിട്ട്? ദെയർ എക്സിസ്റ്റ് ആണുള്ളത്, അവിടെ നോട്ടില്ല, രണ്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ദെയർ എക്സിസ്റ്റിനെ ഫോർ ഓൾ എക്സ് ആക്കുക, അതിന് മുൻപ് നോട്ട് നെഗേഷനും കൂടെ ആഡ് ചെയ്യുക. അപ്പം നോട്ട് ഫോർ ഓൾ എക്സ്. പിന്നെ ഈ പർട്ടിക്കുലർ ഒറിജിനൽ ഫോർമുലയ്ക്ക് നോട്ടോ നെഗേഷൻ ഇല്ല, അതുകൊണ്ട് നമ്മൾ നെഗേഷനും കൂടെ അപ്ലൈ ചെയ്യണം, നോട്ട് പി ഓഫ് എക്സ്. ഇനി മറ്റൊരു ഫോർമുലയാണ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ്. ഇതിനെ എങ്ങനെ മാറ്റാം? അപ്പം ആൻഡ് വന്നു കഴിഞ്ഞാൽ അതിനെ ഓർ ആക്കണം. പിന്നെ ഫോർ ഓൾ ആണ്, അപ്പം നോട്ട് ഓഫ് ദെയർ എക്സിസ്റ്റ് എക്സ്. ഇനി പി ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് നെഗേറ്റഡ് അല്ല, അപ്പം നമ്മൾ നെഗേഷൻ കൂടെ ആഡ് ചെയ്യണം, നോട്ട് പി ഓഫ് എക്സ് ഓർ നോട്ട് ക്യൂ ഓഫ് എക്സ്. അതാണ് ഇതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോംഡ് ഫോർമുല. അതുപോലെ മറ്റൊരു ഇതിന് സിമിലർ ആയിട്ട് തന്നെ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഓർ ക്യൂ ഓഫ് എക്സ് ആണെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓറിന് പകരം ആൻഡ് എഴുതുക എന്നത് മാത്രം. മറ്റൊരു ഇക്വേഷനാണ്, മറ്റൊരു ഫോർമുലയാണ് ദെയർ എക്സിസ്റ്റ് എക്സ് സച്ച് ദാറ്റ് പി ഓഫ് എക്സ് ഓർ ക്യൂ ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ ദെയർ എക്സിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ദെയർ എക്സിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോർ ഓൾ ആക്കി എഴുതുക, ബാക്കിയെല്ലാം നേരത്തെ ചെയ്തതുപോലെ തന്നെ. അതിൻ്റെ മറ്റൊരു വേരിയേഷൻ ഓറിന് പകരം ആൻഡ് വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുമ്പം ആൻഡിനെ ഓറാക്കി എഴുതുക.
ഇനി ഈ പറയുന്ന താഴെ കാണിക്കുന്ന രണ്ട് ഇക്വേഷനും ട്രൂ ആയിരിക്കും. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഇംപ്ലൈസ് there exists x such that p of x. അതായത് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളാണ് എല്ലാം. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സ് എങ്കിലും ഉണ്ടാവും. അത് ട്രൂ ആണ്. അത് ആ ഒരു ഇംപ്ലിക്കേഷൻ ട്രൂ ആണ് അല്ലേ? അതുപോലെ നോട്ട് there exists x p of x ആണെങ്കിൽ ഇറ്റ് ഇംപ്ലൈസ് നോട്ട് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ്. അതായത് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സ് പോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് അല്ല ഒരെണ്ണം പോലും, എല്ലാം പി ഓഫ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യാത്തതാണ്. അതാണ് ആ ഇംപ്ലിക്കേഷൻ പറയുന്നത്. ഇത് രണ്ടും ട്രൂ ആയിരിക്കും. നമ്മൾ ഈ യൂണിവേഴ്സൽ ആൻഡ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയേഴ്സിൻ്റെ ട്രാൻസ്ഫർമേഷൻ്റെ സമയത്ത് ഇതും ഓർത്തിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ഒരു കോൺസെപ്റ്റാണ് സേഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. എന്താണ് ഒരു സേഫ് എക്സ്പ്രഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫയറോ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറോ നമ്മൾ നെഗേഷൻ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഉറപ്പാക്കണം നമുക്ക് കിട്ടുന്ന റിസൾട്ടിങ് എക്സ്പ്രഷൻ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്, അല്ലെങ്കിൽ അതൊരു റിസൾട്ടിങ് എക്സ്പ്രഷൻ മേക്സ് സെൻസ് എന്ന് നമ്മൾ ഉറപ്പാക്കണം. അപ്പം എന്താണ് ഈ സേഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? ഈ റിലേഷണൽ കാൽക്കുലസിലെ ഒരു കോൺസെപ്റ്റാണ് സേഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സേഫ് എക്സ്പ്രഷൻ ഒരു ഗ്യാരണ്ടി തരുന്നുണ്ട്. അതായത് റിസൾട്ടായിട്ട് ഒരു റിലേഷണൽ കാൽക്കുലസ് ക്വറിയുടെ റിസൾട്ടായിട്ട് ഫൈനൈറ്റ് നമ്പർ ഓഫ് ട്യൂപ്പിൾസിനെ ഈൽഡ് ചെയ്യും, ഫൈനൈറ്റ് നമ്പർ ഓഫ് ട്യൂപ്പിൾസിനെയേ ഈൽഡ് ചെയ്യൂ എന്നുള്ള ഒരു ഗ്യാരണ്ടിയാണ് സേഫ് എക്സ്പ്രഷൻ. ഓക്കെ, സേഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷനാണ്. ആക്ച്വലി an expression that guarantees to yield a finite number of tuples as its result. അങ്ങനെ ഫൈനൈറ്റ് അല്ലാതെ, അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ട്യൂപ്പിൾസ് ആണ് വരുന്നതെങ്കിൽ അത് അൺസേഫ് എക്സ്പ്രഷൻ ആണ്. നമുക്ക് അങ്ങനെ അൺസേഫ് എക്സ്പ്രഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ടി ബാർ നോട്ട് ഓഫ് എംപ്ലോയി ഓഫ് ടി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ടി എന്ന് പറയുന്നത് നമ്മുടെ ട്യൂപ്പിൾ വേരിയബിൾ ആണ്. കൊടുത്തിരിക്കുന്ന ആ റേഞ്ച് റിലേഷൻ എന്ന് പറയുന്നത് എംപ്ലോയി ഓഫ് ടിയിൽ അല്ലാത്ത എല്ലാം, എല്ലാ റിലേഷനും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നോട്ടല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എംപ്ലോയി എന്നൊരു റിലേഷൻ അല്ലാതെ ഒരു ഡേറ്റാബേസിൽ എന്തോരം റിലേഷൻസ് കാണും, അതിൽ എന്തേര് ട്യൂപ്പിൾസ് കാണും. ഇതിൻ്റെ എല്ലാ വാല്യൂസ് ടി എടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ട്യൂപ്പിൾസ് റിസൾട്ട് ചെയ്യുന്ന ഒരു ക്വറിയാണ്, ഒരു എക്സ്പ്രഷനാണ്. ദിസ് ഇസ് ആൻ അൺസേഫ് എക്സ്പ്രഷൻ. ഇത് സേഫ് അല്ല, കാരണം ഫൈനൈറ്റ് നമ്പർ ഓഫ് ട്യൂപ്പിൾസ് അല്ല റിസൾട്ട് ആവുന്നത്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ട്യൂപ്പിൾസ് ആണ്. അതുകൊണ്ട് തന്നെ സേഫ് എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി സേഫ് എക്സ്പ്രഷൻ നമുക്ക് കുറേയും കൂടി പ്രിസൈസ് ആയിട്ടും ഒരു ട്യൂപ്പിളിൻ്റെ അതിൻ്റെ ഒരു ഡൊമെയിൻ വെച്ചിട്ട്, ഡൊമെയിൻ ഓഫ് എ ട്യൂപ്പിൾ റിലേഷണൽ കാൽക്കുലസ് എക്സ്പ്രഷൻ, അതിൻ്റെ ഡൊമെയിൻ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അപ്പം ഒരു എക്സ്പ്രഷൻ സേഫ് ആവുന്നത് എപ്പോഴാണ്? അതിൻ്റെ എല്ലാ വാല്യൂസും അതിൻ്റെ ഡൊമെയിനിൽ നിന്നാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അത് ആ ഒരു എക്സ്പ്രഷൻ സേഫ് ആണ്. അപ്പം എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഡൊമെയിൻ എന്ന് പറയുന്നത് ഓരോ ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എക്സ്പ്രഷനിൽ നമ്മൾ റിട്രീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആട്രിബ്യൂട്ട്സിൻ്റെ ഡൊമെയിനിൽ നിന്നുള്ള വാല്യൂസ് തന്നെയാണ് റിസൾട്ടിങ് റിലേഷനിലും വരുന്നതെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻ സേഫ് എക്സ്പ്രഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഡൊമെയിൻ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ടും സേഫ് എക്സ്പ്രഷൻസിനെ ഡിഫൈൻ ചെയ്യാം. അതിനൊരു എക്സാമ്പിളാണ് ഡൊമെയിൻ ഓഫ് ടി ബാർ എംപ്ലോയി ഓഫ് ടി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ആട്രിബ്യൂട്ട് വാല്യൂസ് അപ്പിയറിംഗ് ഇൻ സം ട്യൂപ്പിൾ ഓഫ് ദി എംപ്ലോയി റിലേഷൻ. അപ്പോൾ എംപ്ലോയി എന്ന റിലേഷന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഈ 10 ആട്രിബ്യൂട്ട്സിനും 10 ഡൊമെയിൻസ് ആണുള്ളത്. ഈ 10 ഡൊമെയിൻ ആണുള്ളത്. ഈ 10 ഡൊമെയിനിൻ്റെയും ഒരു സെറ്റ്. അപ്പം ഈ വാല്യൂസ് എല്ലാമാണ്, ഈ വാല്യൂസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ടിയിൽ കിട്ടുന്നതെങ്കിൽ, റിസൾട്ടിങ് റിലേഷനിൽ കിട്ടുന്നതെങ്കിൽ ദെൻ ഇറ്റ് ഈസ് എ സേഫ് റിലേഷൻ. അല്ലാതെ വരുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് സേഫ്, ഇറ്റ് ഈസ് അൺസേഫ് എക്സ്പ്രഷൻ. അതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്.
അപ്പോൾ നമ്മൾ ഇത്രയും നേരം ട്യൂപ്പിൾ റിലേഷണൽ കാൽക്കുലസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ഡൊമെയിനിൻ്റെ കാര്യവും കൂടെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഡൊമെയിൻ റിലേഷണൽ കാൽക്കുലസ് എന്താണ് എന്നതിലേക്ക് മൂവ് ചെയ്യാം. ഡൊമെയിൻ റിലേഷണൽ കാൽക്കുലസ് ശരിക്കും മറ്റൊരു ടൈപ്പ് ഓഫ് റിലേഷണൽ കാൽക്കുലസ് ആണ്. ഇതിനെ നമ്മൾ ഡൊമെയിൻ റിലേഷണൽ കാൽക്കുലസ് എന്നോ ഡൊമെയിൻ കാൽക്കുലസ് എന്നോ പറയാം. അപ്പം ഡൊമെയിൻ കാൽക്കുലസ് എങ്ങനെയാണ് ഇവോൾവ് ആയത്, അതായത് SQL ഇവോൾവ് ആവുന്ന സമയത്ത്, SQL ആക്ച്വലി ട്യൂപ്പിൾ റിലേഷണൽ കാൽക്കുലസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ആ സമയത്ത് തന്നെ QBE അതായത് ക്വറി ബൈ എക്സാമ്പിൾ എന്നൊരു ലാംഗ്വേജും ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു SQLൻ്റെ ഡെവലപ്മെൻറ്റ് സമയത്ത് തന്നെ. അത് ആക്ച്വലി ഡൊമെയിൻ കാൽക്കുലസിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിരുന്നു QBE എന്ന് പറയുന്നത്. ഇനി ഈ QBE ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റിന് ശേഷമാണ് ഡൊമെയിൻ കാൽക്കുലസിൻ്റെ ഒരു ഫോർമൽ സ്പെസിഫിക്കേഷൻ, ഇങ്ങനെയൊക്കെയാണ് ഡൊമെയിൻ കാൽക്കുലസിൽ കാര്യങ്ങൾ നടക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ റൂൾസ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു പ്രൊപ്പോസൽ, ഫോർമൽ ആയിട്ടുള്ളൊരു സ്പെസിഫിക്കേഷൻ വന്നത് QBE ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റിന് ശേഷമാണ്. എന്താണ് ഈ ഡൊമെയിൻ കാൽക്കുലസിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഫോർമുലയിൽ യൂസ് ചെയ്യുന്ന വേരിയബിളിൻ്റെ ടൈപ്പിലാണ് വ്യത്യാസം വരുന്നത്. നമ്മൾ ട്യൂപ്പിൾ റിലേഷണൽ കാൽക്കുലസിൽ ട്യൂപ്പിൾ വേരിയബിളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ ട്യൂപ്പിൾ വേരിയബിൾ റേഞ്ചസ് ഓവർ എ റിലേഷൻ. പക്ഷേ ഡൊമെയിൻ കാൽക്കുലസിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾ റേഞ്ചസ് ഓവർ സിംഗിൾ വാല്യൂസ് ഫ്രം ഡൊമെയിൻസ് ഓഫ് ആട്രിബ്യൂട്ട്. നമ്മൾ ഓരോ ആട്രിബ്യൂട്ടിൻ്റെ ഡൊമെയിൻ ഉണ്ടല്ലോ, അതിനകത്തെ വാല്യൂസിൻ്റെ മേളിലായിരിക്കും റേഞ്ച് ചെയ്ത് കിടക്കുക ആ വേരിയബിൾ. അതാണ് ഡൊമെയിൻ കാൽക്കുലസിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ജനറൽ ഒരു എക്സ്പ്രഷൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. കേളി ബ്രേസസിനകത്ത് x1 x2 എക്സെട്ര xn ബാർ കണ്ടീഷൻ ഓഫ് x1 x2 xn plus 1 xn plus 2 up to xn plus m. ഇത് ട്യൂപ്പിൾ റിലേഷണൽ കാൽക്കുലസിൽ നമ്മൾ കണ്ടതാണ്. ഇവിടെ x1 x2 xn plus 1 xn plus 2 xn plus m എന്ന് പറയുന്നത് ഡൊമെയിൻ വേരിയബിൾസ് ആണ്, ദാറ്റ് റേഞ്ച് ഓവർ ഡൊമെയിൻസ്. ആൻഡ് കണ്ടീഷൻ COND എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഒരു കണ്ടീഷനാണ്, അല്ലെങ്കിൽ ഒരു ഫോർമുലയാണ്. ഡൊമെയിൻ റിലേഷണൽ കാൽക്കുലസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഫോർമുലയാണ്. അപ്പം ഏതൊക്കെ ആട്രിബ്യൂട്ട്സിൽ വേണോ അതിൻ്റെ ഡൊമെയിൻ വേരിയബിൾസ് പറഞ്ഞു കൊടുക്കുന്നതാണ് ആദ്യത്തെ പോർഷൻ, ബാറിന് മുമ്പുള്ള പോർഷൻ. അതിനുശേഷം നമുക്ക് കണ്ടീഷൻ പറഞ്ഞു കൊടുക്കാം. ഇനി ഫോർമുല നമ്മുടെ ട്യൂപ്പിൾ റിലേഷണൽ കാൽക്കുലസിലെ പോലെ തന്നെ ഇവിടെയും ഫോർമുല ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. ഇനി ഈ ആറ്റംസിന് പല ഫോമുകൾ സ്വീകരിക്കാം. ഏതൊക്കെയാണ്? ആൻ ആറ്റം ഓഫ് ദി ഫോം R ഓഫ് x1 x2 എക്സെട്ര xj. ഇവിടെ R എന്ന് പറയുന്നത് ഒരു റിലേഷനാണ് ഓഫ് ദി ഡിഗ്രി j. എന്ന് വെച്ചാൽ R എന്ന റിലേഷന് j ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ j x1 x2 up to xj എന്ന് പറയുന്നത് ഓരോ ഡൊമെയിൻ വേരിയബിൾസ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ R ഓഫ് T എന്ന് കണ്ടു. T ഒരു ട്യൂപ്പിൾ വേരിയബിൾ ആണ്. പക്ഷേ ഇവിടെ ഒരു ആറ്റത്തിൻ്റെ ഒരു ഫോർമാറ്റ് ഇങ്ങനെയായിരിക്കും: R ഓഫ് x1 x2 എക്സെട്ര xj, വെർ R ഇസ് ദ നെയിം ഓഫ് ദ റിലേഷൻ ഓഫ് ഡിഗ്രി j. എന്ന് വെച്ചാൽ അതിന് j ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, ഈ x1 x2 എക്സെട്ര xj എന്ന് പറയുന്നത് ഡൊമെയിൻ വേരിയബിൾസ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് ആൻ ആറ്റം ഓഫ് ദി ഫോം XIOP XJ. ഇവിടെ OP എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ ഓപ്പറേറ്ററാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു കമ്പാരിസൺ ഓപ്പറേറ്ററാണ്. XIയും XJയും ഡൊമെയിൻ വേരിയബിൾസ് ആണ്. ഇനി മൂന്നാമത്തെ ഫോം എന്ന് പറയുന്നത് ആൻ ആറ്റം ഓഫ് ദി ഫോം XIOPC ഓർ COP XJ. ഇവിടെ OP എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ ഓപ്പറേറ്ററാണ്. XIയും XJയും ഡൊമെയിൻ വേരിയബിൾസ് ആണ്. C എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇനി നമ്മളുടെ ട്യൂപ്പിൾ കാൽക്കുലസിലെ നമ്മൾ ട്യൂപ്പിൾ റിലേഷണൽ കാൽക്കുലസ് ചെയ്ത പോലെ തന്നെ ഫോർമുലാസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. ആറ്റംസ്, വേരിയബിൾസ്, ക്വാണ്ടിഫയേഴ്സ് ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഫോർമുലയെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഫോർമുലാസ് ഉണ്ടാക്കുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ലിസ്റ്റ് ദി ബർത്ത് ഡേറ്റ് ആൻഡ് അഡ്രസ് ഓഫ് ദി എംപ്ലോയി ഹൂസ് നെയിം ഇസ് ജോൺ ബി സ്മിത്ത്. അപ്പോൾ എംപ്ലോയി ടേബിളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡൊമെയിൻ റിലേഷണൽ കാൽക്കുലസ് ആണ്, മനസ്സിലാവാൻ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ എംപ്ലോയി ടേബിൾ.
ഇനി ഡൊമൈൻ കാൽക്കുലസിലെ ആ ക്വറിയും കൂടെ കാണിക്കാം, എന്നിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ കേളി ബ്രേസസിനകത്ത് യു കോമ വി, ഇവിടെ യുവും വിയും നമ്മുടെ ഡൊമൈൻ വേരിയബിൾസ് ആണ്. ഇനി കുറച്ച് ക്വാണ്ടിഫയേഴ്സ്, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ദർ എക്സിസ്റ്റ് ക്യൂ, ദർ എക്സിസ്റ്റ് ആർ, എസ്, ടി, ഡബ്ല്യു, എക്സ്, വൈ, ഇസഡ്. ഇനി എംപ്ലോയി ഓഫ് ക്യു, ആർ, എസ്, ടി, യു, വി, ഡബ്ല്യു, എക്സ്, വൈ, ഇസഡ്. ഇവിടെ നമ്മൾ ആറ്റത്തിൻ്റെ ഒരു ഫോം പറഞ്ഞായിരുന്നല്ലോ. റിലേഷൻ പാരന്തസിസിൽ അതിൻ്റെ എല്ലാ ഡൊമെയിൻ വേരിയബിൾസും പറഞ്ഞു കൊടുക്കുക. വിത്തൗട്ട് കോമ ആണെങ്കിലും ഇറ്റ് ഈസ് ഓക്കെ, വിത്തൗട്ട് കോമ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇവിടെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് എംപ്ലോയി റിലേഷൻ നോക്കുക. എംപ്ലോയി റിലേഷന് 10 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഈ 10 ആട്രിബ്യൂട്ട്സിനും 10 ഡൊമെയിൻ വേരിയബിൾസ് ഉണ്ട്. ഈ 10 ഡൊമെയിൻ വേരിയബിൾസ് ആണ് ക്യു, ആർ, എസ്, ടി, യു, വി, ഡബ്ല്യു, എക്സ്, വൈ, ഇസഡ്. ഓക്കെ, അപ്പോൾ ക്യൂ എന്ന് പറയുന്ന ഡൊമെയിൻ വേരിയബിൾ ഏത് ആട്രിബ്യൂട്ടിൻ്റെയാണ്? എഫ് നെയിം. ആർ എം മിനിറ്റ്, എസ് എൽ നെയിമിൻ്റെ, ടി എസ് എസ് എന്നിൻ്റെ, യു ബർത്ത് ഡേറ്റിൻ്റെ, വി അഡ്രസ്സിൻ്റെ, ഡബ്ല്യു സെക്സിൻ്റെ, എക്സ് സാലറിയുടെ, വൈ സൂപ്പർ എസ് എസിൻ്റെ, ഇസഡ് ഡി നമ്പറിൻ്റെ. അപ്പം 10 ആട്രിബ്യൂട്ടിനും 10 ഡൊമെയിൻ വേരിയബിൾസ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റിട്രീവ് ചെയ്തെടുക്കേണ്ട ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? ബർത്ത് ഡേറ്റും അഡ്രസ്സും. അപ്പോൾ ബർത്ത് ഡേറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൊമെയിൻ വേരിയബിൾ യു ആണ്, അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൊമെയിൻ വേരിയബിൾ വി ആണ്. അപ്പോൾ റിട്രീവ് ചെയ്ത് എടുക്കേണ്ട ഡൊമെയിൻ വേരിയബിൾസ് ആണ് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്, യു കോമ വി. ഇനി ബാർ ഇടുക. റിട്രീവ് ചെയ്ത് കൊടുക്കേണ്ടാത്ത എല്ലാ ഡൊമെയിൻ വേരിയബിൾസിനും നമ്മൾ ദെയർ എക്സിസ്റ്റ് വെച്ച് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ കൊടുക്കുന്നു. ഇനി എംപ്ലോയി എന്ന റിലേഷനിലെ എല്ലാ ഡൊമെയിൻ വേരിയബിൾസിനെയും നമ്മൾ അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നു. ആൻഡ് ഇനിയാണ് നമ്മൾ ശരിക്കുള്ള കണ്ടീഷൻ കൊടുക്കുന്നത്. ആൻഡ് ക്യൂ എന്ന് പറയുന്ന ഡൊമെയിൻ വേരിയബിളിൻ്റെ വാല്യൂ ജോൺ ആയിരിക്കണം. ക്യൂ ശരിക്കും ഏത് ആട്രിബ്യൂട്ടിലെ ഡൊമെയിൻ വേരിയബിളാണ്? ഫസ്റ്റ് നെയിമിൻ്റെ. ആർ എന്ന് പറയുന്ന ഡൊമെയിൻ വേരിയബിളിൻ്റെ വാല്യൂ ബി ആയിരിക്കണം. ആർ ശരിക്കും ഏത് ആട്രിബ്യൂട്ടിൻ്റെ ഡൊമെയിൻ വേരിയബിളാണ്? എം മിനിറ്റിൻ്റെ. ആൻഡ് എസ് എന്ന ഡൊമെയിൻ വേരിയബിളിൻ്റെ വാല്യൂ സ്മിത്ത് ആയിരിക്കണം. എസ് ഏത് ആട്രിബ്യൂട്ടിൻ്റെ ഡൊമെയിൻ വേരിയബിളാണ്? എൽ നെയിമിൻ്റെ. അപ്പോൾ ഫസ്റ്റ് നെയിം ജോൺ, ഇനിഷ്യൽ ബി, ലാസ്റ്റ് നെയിം സ്മിത്ത്, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവരുടെ കറസ്പോണ്ടിങ് ഡൊമെയിൻ വേരിയബിൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ക്യൂ ഈക്വൽ ടു ജോൺ ആൻഡ് ആർ ഈക്വൽ ടു ബി ആൻഡ് എസ് ഈക്വൽ ടു സ്മിത്ത് എന്ന് പറയുമ്പോൾ ജോൺ ബി സ്മിത്ത് എന്ന ആളുടെ യുവും വിയും, അതായത് ബർത്ത് ഡേറ്റും അഡ്രസ്സും റിട്രീവ് ചെയ്തെടുക്കുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ. റിട്രീവ് ദി നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ എംപ്ലോയീസ് ഹൂ വർക്ക് ഫോർ ദി റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പേരും അഡ്രസ്സും. അപ്പോൾ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന ടേബിളാണ് ഇവിടെ ആവശ്യം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച, ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിന് 4 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പം 4 ഡൊമെയിൻ വേരിയബിൾസ് വേണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, LMNO എന്ന് പറയുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡൊമെയിൻ വേരിയബിൾസ്. എൽ എന്ന് പറയുന്നത് ഡി നെയിമാണ്, എം ഡി നമ്പർ, എൻ മാനേജർ SSN, ഒ മാനേജർ സ്റ്റാർട്ട് ഡേറ്റ്. ഇനി എംപ്ലോയിയുടെ ഡൊമെയിൻ വേരിയബിൾസ് നേരത്തെ നമ്മൾ കണ്ടത് തന്നെ, QRS, TUV, WXYZ. അത് ഓർത്തിരിക്കുക. നമ്മളിവിടെ റിട്രീവ് ചെയ്തെടുക്കുന്നത് നെയിം, അഡ്രസ് ഓഫ് ഓൾ എംപ്ലോയീസ് ഹു വർക്ക് ഫോർ ദി റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം QSV, Q എന്ന് പറയുന്നത് ഫസ്റ്റ് നെയിം, S എന്ന് പറയുന്നത് ലാസ്റ്റ് നെയിം, V എന്ന് പറയുന്നത് അഡ്രസ്. ഈ 3 ഡൊമെയിൻ വേരിയബിൾസ് ആണ് നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് അത് കേളി ബ്രേസസ് കഴിഞ്ഞ് ആദ്യമേ തന്നെ എഴുതി, ശേഷം ബാർ ഇട്ട് കൊടുത്തു. ഇനി ബാക്കി നമ്മൾ ഡീൽ ചെയ്യുന്ന ബാക്കി എല്ലാ ആട്രിബ്യൂട്ട്സും ദർ എക്സിസ്റ്റ് Z, ദർ എക്സിസ്റ്റ് L, ദർ എക്സിസ്റ്റ് M. ഇനി എംപ്ലോയി എന്ന് പറയുന്ന റിലേഷൻ വെച്ചിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് എന്ന റിലേഷൻ വെച്ചിട്ടുമാണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എംപ്ലോയി എന്ന റിലേഷൻ അതിൻ്റെ ഡൊമെയിൻ വേരിയബിൾസ്, എംപ്ലോയി റിലേഷൻ അതിൻ്റെ ഡൊമെയിൻ വേരിയബിൾസ്, ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് റിലേഷൻ അതിൻ്റെ ഡൊമെയിൻ വേരിയബിൾസ്. ആൻഡ് ഇനിയാണ് ആക്ച്വൽ കണ്ടീഷൻ വരുന്നത്. L ഈക്വൽ ടു റിസർച്ച്. L എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡി നെയിമിൻ്റെ ഡൊമെയിൻ വേരിയബിളാണ്. അപ്പോൾ ആ ഡൊമെയിൻ വേരിയബിളിൻ്റെ വാല്യൂ റിസർച്ച് ആയിട്ട് വരുന്ന
ആളാരാണ്? ആൻഡ് എം ഈക്വൽ ടു ഇസഡ്. ഇസഡ് എന്ന് പറയുന്നത് മാനേജർ SSN ആണ്. എംപ്ലോയിയുടെ മാനേജർ അതോ SSN ആണോ അതാണ്. ജസ്റ്റ് എ സെക്കൻഡ്. ഇസഡ് എന്ന് പറയുന്നത് D നമ്പറാണ്. ഓക്കെ ഇസഡ് എന്ന് പറയുന്നത് D നമ്പറാണ്. അപ്പോൾ എംപ്ലോയിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറും കൂടെ മാച്ച് ആവുന്നത്. ഇസഡ് എന്ന് പറയുന്നത് ഡീനോ, എം എന്ന് പറയുന്നത് D നമ്പർ, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ D നമ്പർ. അപ്പോൾ അതിൻ്റെ വാല്യൂസ് മാച്ച് ആവുന്നതും റിസർച്ച് ആവുന്നതുമായിട്ടുള്ള QSVനെ, അതായത് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അഡ്രസ്സ് റിട്രീവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 2 ടേബിളും കൂടെ അടുത്ത് വെച്ച് നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി അപ്പം നമ്മളിപ്പോൾ ഇത്രയും നേരവും ഡൊമെയിൻ റിലേഷണൽ കാൽക്കുലസ് ഓപ്പറേഷൻസ് പഠിച്ചു, നേരത്തെ ട്യൂപ്പിൾ റിലേഷണൽ കാൽക്കുലസ് ഓപ്പറേഷൻസ് പഠിച്ചു. അപ്പം റിലേഷണൽ ഓൾജിബ്രയിൽ ചെയ്യുന്ന എല്ലാ ക്വറീസും നമുക്ക് റിലേഷണൽ കാൽക്കുലസ്, അത് ഡൊമെയിൻ റിലേഷണൽ കാൽക്കുലസോ ട്യൂപ്പിൾ റിലേഷണൽ കാൽക്കുലസോ ആവട്ടെ, അതിനകത്തും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മളുടെ ഡൊമെയിൻ അല്ലെങ്കിൽ ട്യൂപ്പിൾ റിലേഷണൽ കാൽക്കുലസിലെ സേഫ് എക്സ്പ്രഷൻസിനെ എല്ലാം ബേസിക് റിലേഷണൽ ഓൾജിബ്ര എക്സ്പ്രഷൻസ് വെച്ചിട്ടും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇവർ തമ്മിലൊരു കോമ്പാറ്റബിലിറ്റി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ പോസിബിളാണ്. ഇതോടെ നമ്മളുടെ റിലേഷണൽ ഓൾജിബ്ര ആൻഡ് കാൽക്കുലസ് എന്നൊരു ചെറിയ പോർഷൻ തീർന്നിരിക്കുകയാണ്. താങ്ക് യു.